ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു രൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന്, വേരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. അതായത് ഇത് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടാ എന്നും പറഞ്ഞിട്ടാണ് കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പം ഹൈജീൻ, അതായത് വൃത്തിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെന്നാണ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാവരും വിചാരിക്കും, കാണാത്തവർ വിചാരിക്കും ഇത് ആരെ പറ്റിയിട്ടാണെന്ന്. ഇത് നമ്മുടെ രേണുസുതിയെ പറ്റിയിട്ട് ആ ഒരു രൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന വേരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് കാരണം, ഈ ഒരു കമൻറ്റിന് കാരണം എന്താണ് എന്ന് നമുക്ക് കാണാം. എന്നിട്ട് വീഡിയോയിലേക്ക് പോവാവേ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചെറിയ ചെറിയ കഷ്ണമായിട്ട് എല്ലാവരും പേനായിരുന്നു. എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ? ഈ സാധനം കണ്ടോ? പേൻ പോലെ കറുത്ത്. ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇപ്പൊ അവളും എടുത്താണ്ട് തന്നെ. ഇത് കണ്ടോ? ഞാൻ ഇപ്പൊ ചെന്ന് നോക്കുമ്പോ ഇതെല്ലാം ഇളകുന്നത് കണ്ടോ? ഫുള്ള് ഇളകുവാ. കെയർ ചെയ്യുന്നത് കണ്ടത് ഇവിടെ എല്ലാം ഉണ്ട്. അത് നന്നായിട്ട് കെയർ ചെയ്യണോടി. നമ്മള് ഷാമ്പു ഉണ്ട്, അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പു ഇടണം. ഷാമ്പു ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി വെക്കണം. ഭയങ്കര കെയറിങ് ചെയ്യേണ്ട സാധനമാണ്. കണ്ടില്ല അവളുടെ അതൊക്കെ ഉണ്ടെന്നു. അതാ മുഴുവൻ പോവായിരിക്കും. അതാ ഇങ്ങനെ പെറുക്കി ഇവരെല്ലാം നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, പേൻ പോലെ ഇരിക്കും. ഇങ്ങനെ പെറുക്കിയൊക്കെ തരുന്നുണ്ട്. എടുത്ത് നോക്കുമ്പോ തന്നെ ഈ സാധനം, അതെ ഈ സാധനം ഇയാളെന്താ കറുത്ത് കണ്ടോ? എന്നാ ശരി, എല്ലാവരും ഞാൻ അതിരുന്ന് ചൊറിയുന്നത്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇതിനകത്തില് നമ്മുടെ രേണുസുതി ബിഗ് ബോസിൽ പോകാൻ നേരം, ബിഗ് ബോസിൽ പോകുന്നത് ബേസ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസൺ 6 നമ്മുടെ ജാസ്മിൻ ജാഫറും നോറയും കൂടെ ബിഗ് ബോസിൽ പോകാൻ നേരം അവർ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് പോയത്. അപ്പം അത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, നമ്മുടെ രേണുസുതിയും ബിഗ് ബോസിൽ പോകാൻ നേരം ഹെയർ എക്സ്റ്റൻഷൻ, അതായത് ഇവിടം വരെയുള്ള ഹെയർ ഇവിടം വരെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഇവരതിനകത്ത് ചെന്നിട്ട് തലേന്ന് എല്ലാവരും എടുത്തു കൊടുക്കുന്നെന്ന്. ഇത് പേനല്ല, ഇത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത് ഇളകി പോവാണെന്നാണ് രേണു പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്, ഞാനൊരു സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ എന്ത് തന്നെ സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് അത് മസ്റ്റാണ്. നമ്മളല്ലാതെ ഈ ചെയ്തവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു എന്ത് തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്ത് ഈ പറയുന്ന സലൂൺ ബേസ് അല്ലെങ്കിൽ പോലും എന്ത് സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് അത് മസ്റ്റാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അത് മാത്രമല്ല, ഇതിപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് പേനായിരിക്കാം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത് ഇളകി പോകുമോ എടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഇത് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടാ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഞാനും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതും വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു കസ്റ്റമർ വരുന്ന സമയത്ത് ഇനിയിപ്പം ഹെയറിനെ ബേസ് ചെയ്തിട്ട് എന്തിനു വന്നാലും, ഇപ്പം ഹെയർ കട്ട് ആണെങ്കിലും ഹെയർ സ്പാ ആണെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്തിനു വന്നെന്ന് പറഞ്ഞാലും, നമ്മളുടെ ചില ആൾക്കാരുടെ തലയിൽ ഇങ്ങനെ നമ്മൾ വകന്നെടുക്കുമ്പം തന്നെ പേന്, ഈര്, ഡാൻഡ്രഫ്, അങ്ങനെ സ്മെല്ല്, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരു സലൂണുകാർ ഈ പറഞ്ഞ രേണുവിന് ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച സമയത്ത് ഓരോ ഭാഗവും ഇങ്ങനെ വകന്നിട്ട് മാത്രമേ ഈ എക്സ്റ്റൻഷൻ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വകുന്ന സമയത്ത് ഈ ഹൈജീൻ ഇല്ല, അതുകൊണ്ടായിരിക്കണം അവർ പറഞ്ഞത്. കാരണം രേണുവിന് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലല്ലോ. രേണുവിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്, സെലിബ്രിറ്റി അല്ലേ. അപ്പം ആ ഒരു രീതിയിലേക്ക് പോവല്ലേ. അപ്പം രേണു സെലിബ്രിറ്റിയാണ്, ആ ഒരു ഇതിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് രേണു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ആണെങ്കിലും ഈ പറയുന്ന ഹെയർ ആണെങ്കിലും മൊത്തത്തിൽ ശ്രദ്ധിക്കാൻ രേണുവിന് ഒട്ടും സമയമില്ല. പക്ഷേ എക്സ്റ്റൻഷനൊക്കെ വെച്ച് പോകാനായിട്ട് സമയമുണ്ട്. അപ്പം രേണു ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം ഈ ഒരു ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞ ഒരു വീഡിയോയുടെ നമുക്ക് കാണാം. എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ലെങ്ത് ഹെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഇത് സാധിച്ചെടുത്തു. റൂമ പെർമനന്റ് കോസ്മെറ്റിക്സിലൂടെ എനിക്കിത് സാധിച്ചെടുത്തു. ഇതില് എനിക്ക് ഈ തലയിൽ ഒരു ഭാരവാട്ടേ തോന്നില്ല. സ്റ്റൈല് നമുക്ക് ചെയ്യാം. അവർ തന്നെ മുഖത്തിന്റെ ആ ഒരു ചേഞ്ച് വന്നു. പിന്നെ വേറൊന്ന് ഞങ്ങൾ
രേണുവിന് വലിയൊരു ചേഞ്ച് വന്നത് ഈ സാധനം മാറ്റിച്ച് ഈ മുടി ഫ്രണ്ടിലോട്ട് ഇടുന്ന പരിപാടിയൊക്കെ മാറ്റി ഞങ്ങൾ ഈ സ്റ്റൈലായിരിക്കും ഇപ്പൊ രേണുവിനെ കാണുന്നത്. ഞങ്ങളുടെ വലിയ മേക്ക് ഓവർ ഞങ്ങൾക്കും തരാൻ പറ്റിയില്ല. വലിയ സന്തോഷം. അത് ഇനി നമ്മൾ കാണും. ഐബ്രോ ചെയ്തു, ഞങ്ങള് സ്കിൻ ചെയ്തു, അതെ ബേബി ഗ്ലോ ഒക്കെ ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ ഹെയറിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ കംപ്ലീറ്റ് രേണുവിന്റെ മേക്ക് ഓവർ കംപ്ലീറ്റ് കൊടുക്കില്ല. പെർമനന്റ് കോസ്മെറ്റിക്സിൽ വന്ന് തന്നെ ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ 40 കിലോയിൽ ഇത്ര ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ വീഴുമെന്നാണ്. പക്ഷെ ഒന്നും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയൊരു കാര്യം, ഇത് രേണുവിന് കിട്ടിയ ഒരു പ്രൊമോഷനാണെന്ന് തോന്നുന്നു. ഈ ഒരു സലൂണിനെ പറ്റിയിട്ട് കിട്ടിയ ഒരു പ്രൊമോഷനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും ശരി, അവരുടെ ക്യാഷ് മേടിച്ച് കൈ വെച്ചിട്ടായിരിക്കും രേണു ഇത് ചെയ്യുന്നത്. പോരാത്തതിന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഇങ്ങനെ വെറും മോശമായിട്ട് സംസാരിക്കരുത്. നമുക്കറിയാം അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ ഇരട്ടിയായിട്ടേ തിരിച്ചു തരത്തുള്ളൂ. അപ്പം ഈ വീട് വെച്ച് കൊടുത്തവരാണെങ്കിലും ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞതെല്ലാം അവരുടെ ബിസിനസ്സിനെ ബാധിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന സലൂണിന് വേണ്ടിയിട്ട് അത് പ്രൊമോഷൻ ആണെങ്കിലും ശരി, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുമ്പം അവരുടെ ആ ഒരു സ്ഥാപനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഇത് രേണു അറിഞ്ഞോണ്ടാണോ അറിയാതെ ആണോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ പോലും ആ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിനി എന്ത് തന്നെ സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും, ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഇപ്പം സ്മൂത്തനിങ് ചെയ്യാൻ വരുന്നൊരു കസ്റ്റമർ, അവർ വന്ന് സ്മൂത്തനിങ് ചെയ്തു, നമ്മൾ ലാസ്റ്റത്തെ ഹെയർ വാഷ് ചെയ്തു, ഡ്രയറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ അവർ വിട്ടു. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റത്തെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതൊന്നുമല്ല, ഇവർ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു ആഫ്റ്റർ കെയർ പറയും. 2 days കഴിയുമ്പോഴേ അടുത്ത ഹെയർ വാഷിന് വരാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാലും, അത് മാത്രമല്ല ചില ആൾക്കാർ, ചില കസ്റ്റമേഴ്സ് 2 വീലറിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം ഹെൽമെറ്റ് ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളൊരു സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പം അങ്ങനെ ക്ലിപ്പോ ഹെൽമെറ്റോ ഒന്നും വെക്കാൻ പാടില്ല. അവിടെ വെച്ചിട്ട് അങ്ങ് ഒടിയും മുടി. അപ്പം നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയും. ഇതൊന്നും കേൾക്കാതെ ഇവർ പോയിട്ട് പിന്നെ വന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം നമ്മളിതിൻ്റെ ആഫ്റ്റർ കെയർ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത്. ഇതിനകത്ത് രേണു പ്രത്യേകം പറയുന്നുണ്ട്, ഇതിൻ്റെ ആഫ്റ്റർ കെയർ, അതായത് ഷാമ്പു ഇടണമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും രേണു ചെയ്യുന്നില്ല. രാത്രി മുടി പിന്നി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. രേണു ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കാണുന്നില്ല രേണു ഇതൊന്നും ചെയ്യുന്നത്. അപ്പം രേണുവിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. അത് തന്നെയല്ല, ഈ എടുത്തു കൊടുക്കുന്നു, ഇതിൽ അവളും എടുത്ത് തന്നായിരുന്നു എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും ഒരു പേനാണ്. അല്ലാതെ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ ഇളകിപ്പോയിട്ട് കറുത്ത കുഞ്ഞു കുഞ്ഞു സാധനമായിട്ടൊന്നും ഇളകിപ്പോത്തില്ല. അപ്പം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും എന്ത് തന്നെ ഉപകാരം ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട്, അത് ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുമ്പം, പോരാത്തതിന് രേണുവിൻ്റെ പേജിൽ ആഫ്റ്റർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ്. അവരെ പോലും നിർത്തിയിട്ട് അവരുടെ സലൂണിൻ്റെ പേര് പറഞ്ഞിട്ടാണ് രേണു ഈ റിവ്യൂ ഇടുന്നത് തന്നെ. നേരെ മറിച്ച് ബിഗ് ബോസിൽ പോയിട്ട് ഈ സലൂണിനെ പറ്റിയിട്ട് വെറും മോശമായിട്ട് പറയുമ്പം ഇത്രയും നാളും അവർ കഷ്ടപ്പെട്ടതും അത് വളർത്തിക്കൊണ്ട് വന്നതും വെറുതെ ആയി പോകത്തില്ലേ? അപ്പം രേണു അറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ലേ. എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് രേണു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിപ്പോൾ രേണുവിൻ്റെ ഭാഗം സേഫ് ആക്കാൻ നോക്കുകയാണ്. കാര്യം പേന് ഈര് വൃത്തിയില്ലാത്തതിൻ്റെ ഇത് ചെയ്തിട്ടാണ് രേണുവിന് ഇപ്പം ഇത് വന്നത്. ഇപ്പം വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ ബേസ് ചെയ്തിട്ട് പേനും ഒക്കെ ആയതുകൊണ്ടാണ് രേണു ഇപ്പം ഇത് വന്ന് പറഞ്ഞത്. അപ്പം പക്ഷെ അത് അവർക്കിട്ട് അടി കൊടുത്തിട്ടാണ്. ഇവരൊരു ബിസിനസ് നടത്തുന്നു, അവരുടെ സ്ഥാപനത്തിനെ അത് ബാധിക്കും എന്നുള്ള കാര്യം രേണു അറിഞ്ഞുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ രേണുവിന് ചിന്തിക്കാം, ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എത്രയോ പേര് കാണുന്ന, കോടാനുകോടി ആൾക്കാർ കാണുന്നേ, പോരാത്തതിന് അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അവരുടെ കസ്റ്റമേഴ്സിനെയും അവരെയും അവരുടെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും രേണുവിന് കൊടുക്കാതിരിക്കുക. കാര്യം കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് രേണു അവർ നെഞ്ചത്തിട്ടടിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഓർക്കുക, ഈ പ്രൊമോഷൻ കൊടുക്കുന്നവർ ഒന്ന് ഓർക്കുക, ഇത് ചെയ്യരുത്, നിങ്ങൾക്കും പണി കിട്ടും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.